ബാങ്കോക്കിൽ പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. തായ്ലൻഡ് പ്രധാനമന്ത്രി അനുടിൻ സംഭവസ്ഥലം സന്ദർശിച്ചു. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? നിയന്ത്രണ വിധേയമായോ കാര്യങ്ങൾ? അഞ്ജന, അത് അതിവലിയ അത്യധികം ശക്തമായൊരു അഗ്നിബാധയല്ല ഉണ്ടായത് എന്നാണ് അനുടിൻ ചാനുവാക്കോൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ തീപിടുത്തത്തിന്റെ ഭാഗമായി ഈ പുക തിങ്ങി നിറഞ്ഞ് ശ്വാസം മുട്ടിയാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. 27 പേർ മരിച്ചു, 22 പേർക്ക് അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇവർക്ക് പുറമെ 63 പേർക്കും പൊള്ളലും അതുപോലുള്ള പരിക്കുകളുമുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പബ്ബിൽ ഇന്നലെ രാത്രിയോടെയാണ് വലിയ രീതിയിലുള്ള തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ തുടരുന്നുവെന്നും തായ്ലൻഡ് പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ വലിയ തോതിൽ AC-യുടെ കണ്ടെയ്നറുകളൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരു ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ നിരവധി ടൂറിസ്റ്റുകൾ ആ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നതും ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല, തുടരുകയാണ് രക്ഷാപ്രവർത്തനം എന്നാണ് ഔദ്യോഗികമായി തായ്ലൻഡിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി.